ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ലാസ്റ്റ് ദിവസം നമ്മുടെ രാശി പ്രകാരം എടുക്കുന്നത്. ഓക്കെ, രാശി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നക്ഷത്രം വെച്ച് കാണാം. ചില നക്ഷത്രങ്ങളിൽ മാത്രം അത് 2 രാശിയിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ 2 രാശിയും കണ്ടോളൂ. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ ആ 2 രാശിയും കണ്ടോളൂ. ഓക്കെ, എനിക്ക് പത്തേ പറയാൻ നിർത്തിയുള്ളൂ. ബാക്കി ഇത് കണ്ടുപിടിക്കാൻ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കത് ചാർട്ടൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് പറ്റിയാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഐഡിയ ഞാൻ പറയുകയാണ്. നിങ്ങൾ രാശി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഏത് ഇതിലാണ് ഞാൻ പറയുന്നത്. ഞാൻ താഴെ എല്ലാം ഫസ്റ്റ് പിൻഡ് കമൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ നക്ഷത്രങ്ങളുടെ പേര് എഴുതുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ നക്ഷത്രം ഏത് രാശിയിൽ പെടുന്നു എന്ന് നോക്കി നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അതിലും ചിലവർക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 ഇതിലും വരും. അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ 2 രാശി നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, തൊട്ടടുത്ത രാശികളല്ലേ, കുഴപ്പമില്ല. കുറച്ചൊക്കെ നിങ്ങൾക്ക് മാച്ച് ഉണ്ടാവും. ഫുൾ ആയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 2 രാശിയും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മാച്ച് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കാണാം. ഓക്കെ, ഇന്ന് തുടങ്ങുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇടവം, മിഥുനം, കർക്കിടകമാണ്. ഓക്കെ, അപ്പോൾ ഇടവ രാശിയിൽ വരുന്നത് കാർത്തിക അവസാനത്തെ മുക്കാല്, രോഹിണി, മകീരം പകുതി. ഓക്കെ, അപ്പം നിങ്ങൾ കാർത്തിക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മേഡം കണ്ടോളൂ, ഇടവും കാണാം. മേഡം ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, അത് കാണാം. അല്ലെങ്കിൽ ഇന്നത്തെ അതിൽ കാണാം. കാർത്തിക, രോഹിണി ആൻഡ് മകീരം പകുതിയാണ്. സോ നിങ്ങൾക്ക് അതും ഉറപ്പില്ലെങ്കിൽ ഇടവത്തിലെയും കാണാം, മിഥുനത്തിലെയും കാണാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവുന്നതായിരിക്കും. ഞാൻ താഴെ ടൈപ്പ് ചെയ്തിടും, അത് നോക്കിയാൽ മതി ഒന്ന് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പം ഇന്ന് ഇടവക്കൂറുകാർക്ക് നിങ്ങൾക്ക് കാർത്തിക മുക്കാല്, രോഹിണി, മകീരം പകുതി. നിങ്ങൾക്ക് 2025 എങ്ങനെ ഉണ്ടാവും ജനറൽ ആയിട്ട് ആദ്യം എടുക്കാം. ഓക്കെ, ഹാങ്മാൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്, പേജ് ഓഫ് ഫോൺസ്, 10 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ടവർ കാർഡ്, കിങ് ഓഫ് വൺസ്. ഗുഡ്. ആൻഡ് ഇവിടെ ഹെയർഫൻ്റ് ആണ്, ബാക്ക് സ്റ്റാർ. ഓക്കെ, പിന്നെ എടുക്കാം. ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫ്. ഓക്കെ, അതായത് ഇപ്പോൾ മേ ബി ഒരു ജനുവരി ആ ഒരു തുടക്കം സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അധികം നടക്കുന്നില്ല എന്ന് തോന്നാം. നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യാം. എന്താ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അനങ്ങുന്നില്ല, വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമ്മൾ ഈ ഒരു ഹാങ്മാൻ കാർഡ് നോക്കുമ്പോൾ എപ്പോഴും നമ്മളിത് പറയാറുണ്ട്, എന്നിട്ട് നിങ്ങൾ എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, നമ്മൾ അനങ്ങാതെ ഇരിക്കുമ്പോൾ, സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താ നടക്കുക, നിങ്ങൾ കൂടുതൽ പക്ഷെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകരുത്. ഓക്കെ, കാരണം ഇവിടെ ഓവർ തിങ്കിങ്ങിൻ്റെ കാർഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് കൂട്ടരുത് വെറുതെ. ഓക്കെ, വെറുതെ ഇല്ലാത്തത് ആലോചിച്ച് കൂട്ടി നിങ്ങൾ നെഗറ്റീവ് വരുത്തണ്ട. ഓക്കെ, പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ കണക്കാക്കുക. ഇപ്പോൾ ജനുവരിയിൽ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയോ സെൽഫ് റിഫ്ലക്ഷൻ്റെ സമയമാണ്. അവനവനെ കുറിച്ച് നോക്കാനും. ഓക്കെ, നിങ്ങൾ എന്തായാലും പുതിയ ബിഗിനിങ് ആണ് അല്ലേ, 2025 സ്റ്റാർട്ടിംഗ് ആണ്. സോ നിങ്ങളുടെ ലൈഫിന് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സമയമായിട്ട് എടുക്കാം. ഓക്കെ, ഒരു ജനുവരി ഫെബ്രുവരി ഐ തിങ്ക് അങ്ങനെ ആയിരിക്കും. കുറച്ച് നിങ്ങൾക്ക് തോന്നാം ഒന്നും നടക്കുന്നില്ല, കാര്യമായിട്ടൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ലല്ലോ 2025 വന്നിട്ട് എന്ന് തോന്നാം. ഓക്കെ, അത് കഴിയുമ്പോൾ പേജ് ഓഫ് ഫോൺസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് അതിൻ്റെ ഇവിടെ പേജ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ ചിലവർക്ക് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ജോലി ഓഫർ വരാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫറായിട്ട് നിങ്ങൾക്ക് വരുന്നത് കാണുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ആൻഡ് ഇവിടെ 10 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഇത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, അത് നമ്മൾ അല്ലെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ അവസാനിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായി തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു, ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ, നിങ്ങളുടെ ആ പഴയ ലൈഫ് എൻഡിങ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു റിലാക്സ് ആയിട്ട് ഇരുന്ന ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അല്ല പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പഠിക്കാനുള്ള എഫേർട്ട് നിങ്ങൾ ഇടണം. അപ്പം നിങ്ങൾ ഒരു കുറച്ചുകൂടി റിലാക്സ് ആയിരുന്ന സമയങ്ങൾ അത് നിങ്ങളുടെ ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇത് കുറച്ചുകൂടി വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ മേ ബി നിങ്ങൾ ഈ പുതിയ തുടങ്ങുമ്പോൾ ചിലത് നിങ്ങൾ പിന്നെ ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. മേ ബി പെയിൻഫുൾ എൻഡിങ് എന്ന രീതിക്കാണ് പറയുക. അതായത് ചിലത്
നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ച് പോവുകയും ചെയ്യും. പക്ഷെ നല്ല പുതിയ തുടക്കങ്ങളും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് പാർട്ടാണ് എല്ലാം. നമ്മളെപ്പോഴും അത് രണ്ട് പാർട്ട് തന്നെയാണ്. നമുക്ക് അങ്ങനെ വേറെ വേറെ പറയേണ്ട കാര്യമില്ല. പോസിറ്റീവായിട്ട് എടുക്കാം നിങ്ങൾ. ആൻഡ് ഇവിടെ ഇത് സഡൻ ചേഞ്ചസ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. എന്തെങ്കിലും പെട്ടെന്ന് മാറ്റങ്ങൾ. ആക്ച്വലി ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് തോന്നും അയ്യോ ഒന്നും നീങ്ങുന്നേയില്ല, ഒന്നും നടക്കുന്നില്ല എന്ന്. പക്ഷെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നത്. പെട്ടെന്നായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാന്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാന്, പെട്ടെന്നായിരിക്കും ഐഡിയ വരിക. ഓക്കെ, ഐഡിയാസ് വെച്ച് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഐഡിയാസ് എന്ന് പറയുമ്പോൾ അഗൈൻ ഞാൻ പറയാറുണ്ട്, ബിസിനസ് മാത്രമല്ല, എന്തും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, കുറച്ച് നിങ്ങളുടെ ഐഡിയ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കാറ്. സോ ആ രീതിക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സഡൻ മാറ്റങ്ങൾ പക്ഷെ വരും. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അനങ്ങുന്നില്ല എന്ന് തോന്നുന്ന അവിടുന്ന് ഒരു പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് കാണുകയും ചെയ്യും. ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യതയാണ്. നിങ്ങൾ വിചാരിക്കാതെ, പ്രതീക്ഷിക്കാതെ ഓക്കെ ചിലത് സംഭവിക്കും. ഓക്കെ, ഈവൻ നിങ്ങൾ ഓക്കെ, ഇത് യാത്രയുടെ കാര്യം നമ്മൾ പറയാറുണ്ട്. ഒരു മാറ്റമാണ്, സ്ഥലം മാറ്റം, ജോലി മാറ്റം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പക്ഷെ അതൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നല്ലതായിരിക്കും. ഞാനിവിടെ കിങ് ഓഫ് വൺസും ഉണ്ട്. സോ യെസ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വർഷം 2025 നിങ്ങളുടെ കഴിവുകൾ, ടാലൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ഓക്കെ, നിങ്ങളുടെ ടാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. മേ ബി അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മണി ഏണിങ് വഴികൾ കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ ഒരു കഴിവുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. അതായത് മറ്റുള്ളവരെ കൂടി ഇൻവോൾവ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗോളൊക്കെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് അച്ചീവ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ. ഓക്കെ, അതാണ് ഇവിടെ ആക്ച്വലി ബ്ലെസ്സിങ് ഉണ്ടാവും, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവും നിങ്ങൾക്ക്. അത് മാത്രമല്ല ഇവിടെ സ്റ്റാർ കാർഡും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹം പോലെ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നല്ല കാര്യങ്ങളും വരും. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒപ്പം യെസ് നമ്മൾ പറയാറുണ്ട് ചില മോശമുള്ള കാര്യങ്ങളും വരും. നിങ്ങളത് എക്സ്പെക്ട് ചെയ്തല്ലേ പറ്റൂ അല്ലേ. എല്ലാം മറികടക്കാൻ പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ട്. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എന്താണെന്ന് വെച്ചാൽ, ജാതകം നോക്കലായാലും ടാരോ നോക്കലായാലും എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തരാണ്, ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കാം എന്ന്. ഓക്കെ, ഈ സംഭവങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, ആ ഒരു തീരുമാനം എല്ലാ കാര്യങ്ങളും മാറ്റും. ഓക്കെ, സോ അത് മനസ്സിലാക്കാം. നിങ്ങൾ ഇങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്, പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതന്നെ നമ്മൾ നടക്കുള്ളൂ, ഇത് കല്ലിൽ എഴുതി വെച്ച പോലെ കൊത്തിവെച്ച പോലെ അല്ല. ഓക്കെ, നിങ്ങൾക്ക് മാറ്റാനുള്ള അവസരങ്ങളുണ്ട് ഇവിടെ. ഈ പെയിൻഫുൾ എൻഡിങ്സ് എന്ന് ഓക്കെ, പെയിൻഫുൾ എൻഡിങ് വരുമ്പോൾ നിങ്ങളെ തകരാൻ വിടാതെ നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് നല്ല ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അല്ലേ. സോ അങ്ങനെ ഓരോ ലെസൺ ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കാം. അല്ല ഇപ്പോൾ മോശം വരുന്നു എന്ന് കേട്ടിട്ട് അയ്യോ എനിക്ക് മോശം വരുന്നു എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ, അങ്ങനെയല്ല. ഓക്കെ, അഗെയിൻ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്, മൂൺ കാർഡ് ഉണ്ട്, വൺ മോർ. ഓക്കെ, സക്സസ്. അഗെയിൻ വീണ്ടും നിങ്ങളൊരു മാറിപ്പോലെ കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ യാത്ര വീണ്ടും ഇവിടെയുണ്ട്. സോ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു. ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് ആണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങളുടെ സ്വന്തമായ എന്തെങ്കിലും ഐഡിയ യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഈവൻ ജോലി സ്ഥലത്തായാലും ഓക്കെ, നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയ യൂസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് സക്സസ് വരും. നിങ്ങളുടെ വർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് പറയാം. ഓക്കെ, ഇവിടെ ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. ചില ഇല്യൂഷൻസിൽ നിങ്ങൾ പെടാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നത് ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങളതിൽ പൂർണ്ണമായിട്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന് പറയാൻ ഞാൻ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നിൽക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിവേ സക്സസ് ആണ്. നിങ്ങളുടെ സക്സസിനെ തടസ്സപ്പെടുത്താൻ ഓക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഇമോഷണൽ ആവണ്ട എന്ന രീതിക്കുണ്ട്. ഓക്കെ, മേ ബി ആ പെയിൻഫുൾ എൻഡിങ് നമ്മൾ കണ്ടിരുന്നു. സോ അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ നിങ്ങൾ കുറച്ചൊരു ഇമോഷണൽ ആവാനുള്ള സാധ്യതയുമാണ്. പക്ഷെ അങ്ങനെ ഇമോഷണൽ ആയിട്ട് നിങ്ങളെ ബാധിക്കാൻ വിടരുത്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. ആക്ച്വലി ഇതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഈ നെക്സ്റ്റ് ഇയർ നിങ്ങളൊന്ന് സൂക്ഷിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരും, നിങ്ങളുടെ കാര്യങ്ങളിൽ സക്സസ് വരും. പക്ഷേ അതിൽ ചില തടസ്സങ്ങൾ മറ്റുള്ളവർ ശ്രമിക്കും. മറ്റുള്ളവർ ആരെങ്കിലും കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ നല്ല രീതിയിൽ നല്ലോണം അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് എന്നൊക്കെ നോക്കി ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എടവക്കൂറ്, കാർത്തിക മുക്കാല്, രോഹിണി, മകീരം ഹാഫ് പകുതി. ഓക്കെ, അപ്പോൾ എടവക്കൂറുകാർക്ക് നിങ്ങൾക്ക് ഈ വർഷം ബന്ധങ്ങളിൽ എന്തായിരിക്കുമെന്ന് നോക്കാം നമുക്ക്.
ഓക്കെ, ഞാൻ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജനറൽ റീഡിങ്ങിൽ പറയുമ്പോൾ എനിക്ക് വേറെ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബെറ്റർമെന്റ് ആണ് എനിക്ക് കണ്ടത്, അതുകൂടി പറയണം തോന്നി. ഓക്കെ, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. അതിന് നിങ്ങൾ ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇനി നമുക്ക് ബന്ധങ്ങളുടെ കാര്യം നോക്കാം. ഓക്കെ, നമുക്ക് ബന്ധങ്ങളിൽ നോക്കാം. ഇടവക്കൂറുകാർ കാർത്തിക മുക്കാല്, രോഹിണി മകീരം പകുതി. ഓക്കെ, നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്താണ് 2025 എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, 5 of Cups, Knight of Cups, 7 of Coins, 7 of Swords and the Devil. ഓക്കെ, ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ ഒന്ന് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടി എടുത്തിട്ട് പറയാം. സോറി, ഇവിടെ ആക്ച്വലി നേരത്തെ കണ്ട നമ്മുടെ ഒരു 10 of Swords മറ്റേ ജനറൽ റീഡിങ്ങിലും വന്നിരുന്നു, ഇവിടെ ഉണ്ടത്. ഓക്കെ, എൻ്റെ ഇവിടെ 2 of Swords ആണ് ഈ കാർഡ്. 2 of Swords പറയുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നതാണ്, ഒരു ചോയ്സ് എടുക്കുന്ന കാര്യം പറയാം. ഓക്കെ, എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ കാര്യമാണിത്. ഓക്കെ, ഇവിടെ എനിക്ക് ക്ലാരിഫിക്കേഷനും കൂടെ എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ അത്ര നല്ലതായിരിക്കില്ല അടുത്ത വർഷം. നല്ലതല്ല എന്ന് പറയുന്നില്ല, ഫുള്ളി നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് നിങ്ങൾ ചില നഷ്ടങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ചില റിലേഷൻസ് വിട്ടുമാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകുന്ന തരത്തിലുണ്ടാവാം, സിറ്റുവേഷൻസ് ഉണ്ടാവാം. ചീറ്റിംഗ് എനർജി വളരെ സ്ട്രോങ് ആണ്. ഡെവിൾ ആൻഡ് 7 of Swords ആണ്. സോ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ 10 of Swordsഉം നമ്മുടെ ചതിക്കുന്ന കാർഡാണ്. ഞാൻ അത് നേരത്തെ ജനറലും ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് സൂക്ഷിക്കാനുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ആരുടെടുത്താണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതായത് നിങ്ങൾ എവിടെയാണ് സമയം കൊടുക്കുന്നത്, ആർക്കു വേണ്ടിയിട്ടാണ് സമയം ചെലവാക്കുന്നത്, ആരെയാണ് വിശ്വസിക്കുന്നത്, അതെല്ലാം നിങ്ങളൊന്ന് സൂക്ഷിക്കാനുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ വളരെ സ്നേഹത്തോടെയൊക്കെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ അവിടെ എവിടെയോ അതൊരു നിങ്ങളൊരു ഓപ്ഷനായിട്ടും, അത് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ മേ ബി ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ആണോ അതോ വേറെ ആണോ നോക്കട്ടെ. പക്ഷേ ഇവിടെയും ലാസ്റ്റ് നമുക്ക് വന്നത് Knight of Coins ഉണ്ടായിരുന്നു, ഇവിടെയും Knight of Coins ഉണ്ട്. സോ എവിടെയോ കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ജനറലിൻ്റെ ഭാഗം കണ്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണൂ. ഇത് പാസ്റ്റിലെ ആണോ അതോ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. സോറി, ഇത് നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഒരു മാറ്റം വരുന്ന സമയമാണ് കേട്ടോ. സോറി നെഗറ്റീവ് കാർഡ്സ് ആണ് ഒരുപാട്. ഓൾറെഡി ഇപ്പോൾ ഉള്ള റിലേഷൻ, ഓക്കെ, ഇപ്പോൾ ഉള്ള ഏതെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് അതിൽ ചില ചതിവ് നടക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, ചീറ്റിംഗ് നടക്കാനുള്ള സാധ്യതയാണ്. ചില റിലേഷൻഷിപ്സ് നിങ്ങളെ വിട്ടു പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളത് വിട്ടുമാറി നിങ്ങൾ സ്വയം മാറിപ്പോകുന്നതാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അതിൽ സ്റ്റക്കായി, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റക്കായ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. ഓക്കെ, ഐ ഫീൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഐ ഫീൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ കാര്യങ്ങൾ. ഓക്കെ, അതായത് നിങ്ങൾ അവിടെ നല്ലതല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഓക്കെ, ആ ബന്ധങ്ങളിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ, ഓക്കെ, അല്ലാത്തവർക്ക് വേറെ രീതിയിൽ എടുത്തോളൂ. ഐ തിങ്ക് ഇത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ തെളിഞ്ഞ് മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ദാറ്റ് ഈ റിലേഷൻഷിപ്പ് നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞേ കാണാം. പക്ഷെ എന്നിട്ടും നിങ്ങൾ അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ തോന്നുന്നുണ്ടാവും എനിക്കത് വിട്ടുപോകാൻ സാധിക്കില്ല, ഞാൻ വിട്ടുപോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഐ തിങ്ക് ഈ 2025 നിങ്ങൾ തീരുമാനം എടുക്കും ദാറ്റ് ഇനി ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിൽക്കണ്ടാന്ന്. ഇവിടെ കോമ്പറ്റീഷൻ കാണുന്നുണ്ട്, തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട് വളരെ ഹൈ ആയിട്ട്. നിങ്ങൾ ചീറ്റിംഗ് എനർജി ഒരുപാട് ഹൈ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവും, ആ ഒരു സിറ്റുവേഷൻ വിട്ടുമാറിപ്പോകാൻ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, പിന്നിൽ ഉപേക്ഷിച്ച് പോകാൻ വിഷമമുണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ അത് നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷൻ അല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന. ഐ തിങ്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇവിടെ ഞാൻ അറിയാത്തൊരു കാര്യമല്ല പറയുന്ന ഐ ഫീൽ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്, നിങ്ങൾ മാറിപ്പോകേണ്ടതുണ്ട്. ഓക്കെ, ആ തീരുമാനം നിങ്ങൾ എടുക്കും. 2 of Swords ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആ തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോറി, ഐ തിങ്ക് ഐ ഷഫിൾ ചെയ്തു. ഓക്കെ, നിങ്ങളത് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരു വ്യക്തി വരികയും ചെയ്യും.
ഓക്കെ, വേറൊരു പേഴ്സൺ വരും. ആ ബന്ധം നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. ആദ്യമൊക്കെ നിങ്ങൾക്ക് തോന്നാം തെറ്റ് അത് അത്രയ്ക്ക് അങ്ങോട്ട് കമ്മിറ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് നിങ്ങൾക്ക് വളരെ സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാർഡായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ആയിരിക്കും, ഒരു ബന്ധമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു കുറെ കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള പേഴ്സൺ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്, എന്ന് വെച്ചാൽ ഒരു പ്ലേഫുൾ എനർജി എന്ന് പറയാം കുറേയൊക്കെ. ഓക്കെ, ഇപ്പോൾ ഉള്ളവർ അത്ര സീരിയസ് അല്ല നിങ്ങളെക്കുറിച്ച്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആ സീരിയസ്നെസ് ഇല്ല അവർക്ക്, ആ റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇടുന്നില്ല. ഓക്കെ, ഇതിലൊരു ഗ്രോത്തും ഇല്ല എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചില ചീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ സ്വയം അവിടെ പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്ന് വിട്ടുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. 8 ഓഫ് സോർഡ്സ് ആൻഡ് 8 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷെ അത് ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വേറെ നല്ലത് വരുള്ളൂ. ഓക്കെ, നല്ലത് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ്. പക്ഷേ നിങ്ങളായിട്ട് ആ ഒരു സ്റ്റെപ്പ് തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അവിടെ വേണ്ടത് നിങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഒരു നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ചെയ്യണം എന്നൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലത് വിട്ടുപോകും. ആ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചെയ്യണം. ആക്ച്വലി അവർ വേറെ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്നതല്ല, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൂടെ നിന്ന് ചീറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നല്ലത് വേറെ വരും. ഓക്കെ, സോ ഓക്കെ, ലെറ്റ്സ് സീ. അത് ഇടവം, കാർത്തിക, രോഹിണി, മകീരം. ഓക്കെ, നമുക്കിനി മിഥുനം കിടക്കാം. ഓക്കെ, മിഥുനം. ഓക്കെ, മിഥുനം ആൾക്കാർക്ക് നിങ്ങൾക്ക് വരാം. മിഥുനം രാശിയിൽ നിങ്ങൾ മകീരം പകുതി, തിരുവാതിര, പുണർദം, മുക്കാല്, അങ്ങനെയാണ്. ഓക്കെ, മകീരം പകുതി, തിരുവാതിര, പുണർദം, മുക്കാല് ഉള്ളവർക്ക് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ജനറൽ റീഡിങ് ആദ്യം എടുക്കാം. ഐ തിങ്ക് ഇത് നല്ല ലോങ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ജനറൽ റീഡിങ്ങിൽ എന്താ വരുന്നത്? ഫുൾ കാർഡ്, കിങ് ഓഫ് സോർഡ്സ്, ജസ്റ്റിസ്, 9 of wands. ഓക്കെ, Ace of Swords, wow, Queen of Swords, അരെ വാ. ആൻഡ് ഇവിടെ ഓക്കെ ഓക്കെ ഇതിവിടെ നമ്മൾ പറയുന്നത് ഇന്ന് ജനറൽ റീഡിങ്ങിൽ ഇവിടെ നിങ്ങൾക്ക് മിഥുനം, മകീരം, പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ. ഓക്കെ, നിങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു, പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വളരെയധികം ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് കാണുന്നത്. എനിക്ക് ശരിക്കും ലൈക്ക് വളരെ വളരെ ബോൾഡായിട്ടുള്ള ഇതാണ് എനിക്ക് കാണുന്നത് ഇവിടെ ഈ പൈല്. ഈ റീഡിങ് ഇവിടെ ജസ്റ്റിസ്, ന്യായത്തിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശരികൾക്ക് വേണ്ടി നിങ്ങൾ എന്തും ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻസ് എടുക്കാൻ തയ്യാറാവുന്നുണ്ട്. ആൻഡ് ഇവിടെ ബൗണ്ടറീസ് വെക്കാൻ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആരുടെ എത്രത്തോളം മറ്റുള്ളവരെ നിങ്ങൾ വിട്ടുകൊടുക്കണം എന്ന രീതിയിലൊക്കെ കുറെ കൂടെ സ്ട്രോങ് ആവുകയാണ് നിങ്ങൾ. ഓക്കെ, ആക്ഷൻസ് എടുക്കുകയാണ് നിങ്ങൾ. ട്രൂത്ത് നിങ്ങൾ എന്താ പറയുക, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആൾക്കാരായിരിക്കും. എന്തും വെട്ടി തുറന്ന് പറയുന്ന ടൈപ്പൊക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് അത് ഐ തിങ്ക് അല്ലെങ്കിൽ അങ്ങനെ ആവും എന്നെടുത്തോളൂ. ഐ തിങ്ക് അങ്ങനെ ആവും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊക്കെ ഐ തിങ്ക് ഇത് രണ്ടും കിങ് ഓഫ് സോർട്സ്, ക്വീൻ ഓഫ് സോർട്സ് ഉണ്ട്. ചിലവർക്ക് മാരേജിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഞാൻ പറയണമെന്ന് മാത്രം. ബന്ധങ്ങളുടെ അല്ലാതെ എന്നാലും ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവാം. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവാം. എന്തായാലും നിങ്ങളുടെ ഒരു ഫൈറ്റ് ജയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ന്യായം കിട്ടുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും കോർട്ട് കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വിൻ വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ സത്യം ജയിക്കും എന്ന് പറഞ്ഞ പോലെയും ആൻഡ് നിങ്ങൾ സത്യത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം ലൈക്ക് കറക്റ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യും, അത് ജയിക്കുകയും ചെയ്യും. എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യം അത് റിസ്ക് എടുത്ത് ചിലപ്പോൾ നിങ്ങൾ അതായത് നിങ്ങൾ എന്താ പറയുക ഒരു കണ്ണടച്ചൊരു വിശ്വാസത്തിൽ ഐ തിങ്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് ചില കാര്യങ്ങൾക്ക്. ഐ തിങ്ക് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും. എല്ലാം വളരെ ഇതായിട്ടാണ് എനിക്ക് കാണുന്നത്. പോസിറ്റീവാണ്. ഇവിടെ നിങ്ങൾ അവനവനെ ബ്ലോക്ക് ചെയ്യണ്ട എന്ന രീതിയിലുണ്ട്. യെസ്, ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്.
ഓക്കെ, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് അത് ജയിക്കുകയും ചെയ്യും, നോ ഡൗട്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരോടെങ്കിലും ഉള്ള ഫൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ആരോടെങ്കിലും ഉള്ള ഫൈറ്റിൻ്റെ കാര്യമായിരിക്കാം, അതിലും നിങ്ങൾ ജയിക്കുമെന്ന് പറയാം. കോർട്ട് കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം, ഡൈവേഴ്സ്, മാരേജ് കേസ്, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വീട്ടിലെ ഫാമിലിയിൽ അല്ലെങ്കിൽ പുറത്ത് ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ, അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നു എന്ന് മാത്രം. അത് മാത്രം ആവണമെന്നില്ല, ഈവൻ നിങ്ങളുടെ വീട്ടിലെ ഫാമിലിയിലൊക്കെ ആയാലും ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഓക്കെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിങ്ങൾ നിൽക്കാനും ഐ തിങ്ക് നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കും. ഓക്കെ, ബൗണ്ടറി വെക്കാനും പഠിക്കും. യെസ്, നിങ്ങൾ ജയിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മറ്റുള്ളവരെ നിങ്ങൾ ഒരുപാട് ഇനി നിങ്ങളുടെ മേലെ ഒരു ഇതിന് സമ്മതിക്കില്ല നിങ്ങൾ. ഓക്കെ, നല്ല കാര്യം. ഞാനിവിടെ എനിവേ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കങ്ങൾ വരുന്നതായിട്ട് പറയാം, സന്തോഷങ്ങൾ വരുന്നതായിട്ട് പറയാം. എനിക്ക് ഐ തിങ്ക് കുറച്ച് സ്ട്രോങ് ആവുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് അപ്പോഴേ നിങ്ങൾക്ക് എന്താ പറയുക, സ്നേഹമായാലും എല്ലാം കിട്ടുന്നുണ്ട്. പറയാൻ നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ദേഷ്യമോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, മേ ബി ചിലപ്പോൾ ദേഷ്യം കൂടും എന്ന് പറയാം കേട്ടോ. ഓക്കെ, ചിലവർക്ക് അങ്ങനെയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലേശം ദേഷ്യമോ കാര്യങ്ങളൊക്കെ കൂടുതലാവാനും സാധ്യതയുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഐ തിങ്ക് ആ ന്യായത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിയായ കാര്യങ്ങൾക്ക് തന്നെയാണ്, പക്ഷെ ഒന്ന് കൺട്രോൾ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, ഇവിടെ യെസ്, നിങ്ങൾക്ക് എല്ലാം ബ്ലെസ്സിങ്സ് ആയിട്ടും വരുന്നുണ്ട്. ചിലവർക്ക് ഒരു പുതിയ റിലേഷൻസ് വരുന്നു, സ്നേഹം വരുന്നു നിങ്ങളുടെ ലൈഫിൽ, എല്ലാം പറയാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വിൻ ചെയ്യുന്നതായിട്ട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് കിട്ടുന്ന പോലെ നമുക്ക് എടുക്കാം. ഓക്കെ, ഒരു രണ്ട് മൂന്ന് കാർഡ് കൂടി എടുക്കുന്നുണ്ട്. 2 of Cups, 8 of Cups, 9 of Cups. വാവ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് പാർട്ട്ണർഷിപ്സിൻ്റെ കാര്യമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല ബിസിനസ് പാർട്ട്ണർഷിപ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ കോർട്ട് കേസ് കാര്യങ്ങൾ. ഓക്കെ, ചിലപ്പോൾ ഇവിടെ ഒന്ന് വിട്ടു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം പറയും നമ്മൾ. അതിപ്പോൾ ബിസിനസ് ആയാലും ഫാമിലി ആയാലും. ഓക്കെ, മേ ബി നിങ്ങൾ ഡൈവേഴ്സിനൊക്കെ ശ്രമിക്കുന്നതായിരിക്കാം, അത് നടക്കും. ഓക്കെ, ഐ തിങ്ക് ഡൈവേഴ്സ് നടക്കും എന്ന രീതിയിലും. അത് മാത്രമല്ല, നിങ്ങൾ ഒരു പുതിയ ലൈഫിലേക്ക്, യെസ്, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് ഇറങ്ങി പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, പുതിയ ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്, ആൻഡ് ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അങ്ങനെ ഐ തിങ്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തരുകയും ചെയ്യും. ഓക്കെ, നിങ്ങളങ്ങനെ നഷ്ടപ്പെടും ചില കാര്യങ്ങൾ, പക്ഷെ അതിൽ ഐ തിങ്ക് നിങ്ങൾ അതിന് തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ നഷ്ടങ്ങൾ സഹിച്ചിട്ടായാലും മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണ്. കാരണം നിങ്ങൾ എത്താൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്കാണ്. ഓക്കെ, സന്തോഷത്തിലേക്കാണ്. ഓക്കെ, ചിലത് ഉപേക്ഷിക്കേണ്ടി വന്നാലും ഐ തിങ്ക് നിങ്ങൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, മേ ബി ഇതൊരു ഡൈവേഴ്സ് കേസൊക്കെയാണ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക് കോർട്ട് കേസ് കാര്യങ്ങളായിരിക്കാം. കോർട്ട് കേസിലായാലും നിങ്ങൾ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും അധികം പാർട്ട്ണർഷിപ്പ് നിങ്ങൾ വേണ്ടാന്ന് വെക്കും. ഓക്കെ, അങ്ങനെയാവാം. കുറച്ച് പേർക്ക് ജസ്റ്റ് ലൈഫിൽ തന്നെ ഫാമിലി തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളും ആവാം, പറയാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് മേ ബി നിങ്ങൾ ഒരു ഫൈറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഓക്കെ ആവുകയും ചെയ്യും. എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരും എന്നും പറയാം. ഓക്കെ, ഫ്രണ്ട്സ് ആണെങ്കിൽ. ഓക്കെ, വേറെ ഏതെങ്കിലും സീരിയസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ, നിങ്ങൾ കോർട്ട് കേസൊക്കെ വിൻ ചെയ്യുന്നതായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ബന്ധങ്ങളുടെ കാര്യം കൂടി നോക്കാം. മിഥുനം, മകീരം പകുതി, തിരുവാതിര, പുണർദം മുക്കാല്. ഓക്കെ, ലെറ്റ്സ് സീ. മിഥുനം, മകീരം പകുതി, തിരുവാതിര, പുണർദം മുക്കാല്. നിങ്ങളുടെ റിലേഷൻഷിപ്സ് എന്താവും നോക്കാം. ബന്ധങ്ങളിൽ എന്താവും. ടെമ്പറൻസ്, ബാലൻസ്, സെയിം കാർഡ്സ്. അവസം 9 of Cups, ഒരേ കാർഡാണ്. ഒന്ന് റീവൈൻഡ് അടിച്ച് ബാക്കിൽ കണ്ടോളൂ. Ace of Wands, 4 of Swords. വാവ്. 1 2 3 കാർഡ് റിപ്പീറ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ജനറൽ പറഞ്ഞതും നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ അപ്ലൈ ചെയ്യാം. അതുകൂടി ഒന്ന് കേൾക്കൂ, കേട്ടില്ലെങ്കിൽ. ഓക്കെ, ഇവിടെ മിഥുനം രാശിക്കാർക്ക് നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് വരും ചിലവർക്ക്. ഓക്കെ, കോംപ്രമൈസ് വരും എന്ന് പറയാം. കോംപ്രമൈസ് മാത്രമല്ല, അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ന്യായം കിട്ടും. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, കോർട്ട് കേസസ് ആയാലും ശരി. ഐ തിങ്ക് അഗൈൻ ഇവിടെ ഡൈവേഴ്സിൻ്റെ ഞാൻ ഓൾറെഡി മറ്റേലും പറഞ്ഞു. ഡൈവേഴ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഓക്കെ, ഡൈവേഴ്സ് ആവാനുള്ള സാധ്യതയാണ്. കാരണം ഇവിടെ ഡബിൾ എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോവാണ്. ഓക്കെ, നിങ്ങളൊരു നെഗറ്റീവ് എൻവയറമെൻറ്റിൽ നിന്ന്, നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോവാണ്.
ഓക്കെ, അതിപ്പോൾ ഡൈവേഴ്സ് ആവണമെന്നില്ല, എന്ത് തന്നെ ആയാലും ശരി. ബന്ധങ്ങളിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓക്കെ, ആ പേഴ്സണുമായിട്ട് ചിലവർക്ക് കോംപ്രമൈസ് വരും. ഓക്കെ, ചിലവർക്ക് കോംപ്രമൈസ് ആയിരിക്കാം. അതിപ്പോൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഫൈറ്റായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി എന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സെപ്പറേഷൻ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡെവിൾ എനർജി ഉണ്ട് അവിടെ. ഓക്കെ, അതെന്താണെന്ന് നോക്കുന്നതാണ്. എനിവേ, നിങ്ങൾ തമ്മിൽ ചിലവർക്ക് കോംപ്രമൈസ് വരും, പക്ഷെ നിങ്ങളിവിടെ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒന്നുമില്ലെങ്കിൽ അത് ബെറ്റർ ആവും, അല്ലെങ്കിൽ ചിലവർക്ക് അത് ചിലത് വിട്ടുപോകും. രണ്ടും കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെപ്പറേഷൻ ആവാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസും വരാം. രണ്ട് തരത്തിലും എടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഇവിടെ കണ്ടപ്പോൾ. കാരണം ഏസ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, ഒരു പുതിയ തുടക്കം. ചിലപ്പോൾ ഇത് നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫ് തുടങ്ങുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മതിയെന്ന്. ഇവിടെ 9 ഓഫ് കപ്സും ഉണ്ട്, ആഗ്രഹം എന്നും കാണുന്നുണ്ട്. സോ നീ ഒരു ചെറിയൊരു കൺഫ്യൂം. അഗെയിൻ ജഡ്ജ്മെന്റ്. വാവ്, 6 ഓഫ് വാൻസ്, സക്സസ്. ഐ തിങ്ക് നിങ്ങൾ പുറത്തു വരാൻ പോവാണ്. നിങ്ങൾ ഐ തിങ്ക് ചിലത് വിട്ട് കളയാൻ പോവാണ്. നിങ്ങളായിട്ട് തന്നെ ചില റിലേഷൻഷിപ്സ് വിട്ട് കളയാൻ പോവാണ് ഈ ഒരു 2025. ഐ തിങ്ക് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇല്ല മതി എന്നുള്ളത്. ഓക്കെ, ചിലവർക്ക് വിൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, കോർട്ട് കേസസ് കാര്യങ്ങളുണ്ടെങ്കിൽ 3 or 4 കാർഡ്സ് ആണ് ജസ്റ്റിസ്, വിന്നിങ്, അങ്ങനത്തെ കാര്യങ്ങൾ വന്നിരിക്കുന്ന. കോർട്ട് കേസസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീലിംഗ് വരുന്നുണ്ട് കുറേ പേർക്ക്. സോറി, യെസ്, ജസ്റ്റിസ്, ടെമ്പറൻസ്, ജഡ്ജ്മെന്റ്. ഓക്കെ, യൂണിവേഴ്സ് ആയിട്ട് ചില തീരുമാനങ്ങൾ ഇവിടെ വരുത്താൻ പോകുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ആണെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വിട്ടുപോകും. ഓക്കെ, നല്ലതാണെങ്കിൽ കോംപ്രമൈസ് അവിടെ വരും. സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണ്. കറക്റ്റായിട്ട് നമുക്ക് അത് അങ്ങനെ അത്ര പറയാൻ പറ്റില്ല, ഇവിടെ നമ്മൾ ജനറൽ ആയതുകൊണ്ട്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ആണെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോകും, എൻഡായി പോവും. ഓക്കെ, ആൻഡ് അത് നിങ്ങളുടെ നല്ലതിനാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ബിക്കോസ് ഇവിടെ യൂണിവേഴ്സ് അറിയുന്നുണ്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. യൂണിവേഴ്സിന് അറിയാം. ഓക്കെ, യൂണിവേഴ്സ് ഈസ് വാച്ചിങ്. ഓക്കെ, യൂണിവേഴ്സിന് കറക്റ്റായിട്ട് അറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത്. ചിലത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വെട്ടിമാറ്റും യൂണിവേഴ്സ്. ഓക്കെ, ഇത് യൂണിവേഴ്സിന്റെ കൈയായിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, നിങ്ങൾ തന്നെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ തീരുമാനം എടുക്കും. ഓക്കെ, ചിലത് വേണോ വേണ്ടേന്ന് ഐ തിങ്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കും. ആൻഡ് അങ്ങനെ എടുക്കുന്ന എന്ത് തീരുമാനമായാലും ശരി. ഓക്കെ, സപ്പോസ് കോംപ്രമൈസ് ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, കോംപ്രമൈസ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ്, സക്സസ് ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ. പക്ഷെ ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾ കാണിച്ചേ പറ്റും. ഓക്കെ, നിങ്ങൾ എന്തും വെട്ടിമാറ്റാൻ നിങ്ങൾ തയ്യാറാവണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുള്ളൂ. ആൻഡ് ഈ ബന്ധം തന്നെ ഇപ്പോൾ ബെറ്റർ ആവാനായാലും ശരി. എനിക്ക് രണ്ട് തരത്തിലും ഞാൻ പറയുന്നു, ഈ ബന്ധം ബെറ്റർ ആവാനായാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് വിട്ടുമാറാൻ നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് ഐ തിങ്ക് നിങ്ങളെ ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും, യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും, പേടിക്കേണ്ട. ഈ ഐ തിങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ജനറൽ കൂടി ഒന്ന് കാണും കേട്ടോ. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് വൺ കർക്കിടകം. കർക്കിടകൂറ് അല്ലെങ്കിൽ കർക്കിടക രാശിയിലുള്ളവർ പുണർദം കാല്, അവസാനത്തെ കാല്, പൂയം, ആയില്യം. ഓക്കെ, നമുക്ക് കർക്കിടകം രാശിയിലുള്ളവർക്ക് പുണർദം കാല്, പൂയം, ആയില്യം. ഇത് കർക്കിടകം മാസമല്ല ഞാൻ പറയുന്നത്, രാശിയാണ്. ഓക്കെ, നിങ്ങളുടെ നക്ഷത്രം നോക്കിയാലും മതി നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ നക്ഷത്രം നോക്കി നിങ്ങൾ കണ്ടോളൂ. നന്നായി ഷഫിൾ ചെയ്യട്ടെ, കുറേ നേരമായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കർക്കിടകം. അപ്പോൾ പുണർദം കാല്, പൂയം, ആയില്യം ആൾക്കാർക്ക് നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടാവും നോക്കാം. കിങ് ഓഫ് പെൻഡിക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 7 ഓഫ് വാൻഡ്സ്, 5 ഓഫ് വാൻഡ്സ്, 5 ഓഫ് സോർഡ്സ്, ഓക്കെ, ഇതിപ്പോൾ എടുക്കുന്നില്ല, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ആദ്യം കിങ് ഓഫ് പെൻഡിക്കിൾസ് ഉണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്. നിങ്ങളെ ഐഡിയാസ്, ഓക്കെ, നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചില ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ചില ഫൈനാൻഷ്യൽ ഗെയിനും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും നിങ്ങൾക്ക്. ചിലവർ ഇപ്പോൾ എഴുത്തുകാരോ നിങ്ങൾ അങ്ങനെയൊക്കെ വലുതുമാണെങ്കിൽ എടുത്ത് പറയണമെന്ന് മാത്രം എല്ലാവർക്കും ആണ് കേട്ടോ ഇത്. എഴുത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ആർട്ടിസ്റ്റിക് ടാലൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കരിയർ ഡെവലപ്പ് ആവാനുള്ള സാധ്യതയാണ്. അല്ലാത്തവർക്ക് ലൈക്ക് ഇങ്ങനത്തെ ആർട്ടിസ്റ്റിക് ആവണമെന്നില്ല, എന്ത് തന്നെ ആയാലും ശരി. നിങ്ങളുടെ മൈൻഡിൽ
വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കരിയറിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ജോലി സ്ഥലത്തായാലും നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജോലി ചെയ്യുന്നതിന് എളുപ്പ വഴികൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടുക, ആ രീതിയിലേക്കൊക്കെ ആയിരിക്കാം. ഓക്കെ, ആ നിങ്ങളുടെ കഴിവ് യൂസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്, കരിയർ ഗ്രോത്ത് കാണുന്നുണ്ട്. ജോലി കിട്ടുന്നതായിട്ട് പറയാം, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ ഒരു കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന പോലെയുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും എവിടെയാണോ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കേണ്ടത്, ഐ തിങ്ക് നിങ്ങൾ അവനവന് വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. വെരി ഗുഡ്. കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിലും ശരി, ഓക്കെ, എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ശരി, ഐ തിങ്ക് നിങ്ങൾ ഇടേണ്ട എഫേർട്ട് നിങ്ങൾ ഇടാൻ തയ്യാറാണ്. നിങ്ങൾ വേണ്ട തരത്തിൽ അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് നിങ്ങൾ പിടിച്ചു നിന്ന്, അതായത് ഗിവ് അപ്പ് ചെയ്യാതെ, ഓക്കെ, ഗിവ് അപ്പ് ചെയ്യാതെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടും നല്ലതാണ് വരുന്നത്. കോമ്പറ്റീഷൻ വീണ്ടും കാണുന്നുണ്ട്, കോമ്പറ്റീഷൻ കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, ബട്ട് അതൊന്നും നിങ്ങളെ ബോദർ ചെയ്യാൻ വിടാതിരിക്കുക. ഓക്കെ, ചെറിയ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് ചിലവർക്ക് അസൂയായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജലസി ഉള്ള ആരെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണു തട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക്. ഓക്കെ, ബട്ട് ഇവിടെ എന്തായാലും ഓക്കെ, ലെറ്റ്സ് ഒരു കുറച്ച് കാർഡൂടെ നിങ്ങളുടെ ഗ്രോത്ത് കണ്ടായിട്ടെങ്കിൽ ഒരു ചെറിയ ഒരു സ്വയം കാര്യങ്ങളൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. വേൾഡ്, പേജ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 4 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സും ഉണ്ട് ഇവിടെ. സോ ഓക്കെ, ഇവിടെ ഇത് സോറി നിങ്ങൾ കണ്ടോന്നറിയില്ല. ഓക്കെ, എനിവേ ഇത് അസുഖങ്ങളൊന്നും വരാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ചിലപ്പോൾ കണ്ണ് തട്ടിലോ അങ്ങനത്തെ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഒന്ന് സൂക്ഷിക്കാനുണ്ട് നിങ്ങൾ. ഓക്കെ, അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക എപ്പോഴും. എന്ന് വെച്ചാൽ അതിന് വേണ്ടത് നമ്മൾ പ്രാർത്ഥന ഒന്നാമത്, പിന്നെ ഉപ്പിട്ട് കുളിക്കൽ അങ്ങനത്തെയൊക്കെ ഞാൻ പറയാറുണ്ട്. ഓക്കെ, എന്തോ എനിക്ക് തോന്നി അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഹെൽത്ത് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഓക്കെ, കാരണം അത് നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് അസൂയ തോന്നിയിട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ബാധിക്കാനുള്ള ചെറിയ സാധ്യതയുണ്ട്. ഇവിടെ ചിലവർക്ക് യാത്ര കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ട്രാവൽ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഗെയിൻ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും ആക്ച്വലി വളരെ പോസിറ്റീവാണ്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നേറാനും നിങ്ങൾക്ക് ജോലി കരിയറിലൊക്കെ ഒരു ഗ്രോത്താണ് എനിക്ക് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടാണ്. പക്ഷേ യെസ്, കോമ്പറ്റീഷൻ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ വളരുമ്പോൾ ഓക്കെ, നിങ്ങളെ തടസ്സപ്പെടുത്താൻ ചില നെഗറ്റീവ് എനർജീസ് ഉണ്ടാവാം, ചില കോമ്പറ്റീഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാം. ഇവിടെ ഐ തിങ്ക് അഡ്വൈസ് നിങ്ങൾക്ക് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, അവനവന് വേണ്ടി നിങ്ങൾ മാക്സിമം, അത് മാത്രമല്ല ആക്ച്വലി ജോലിയിലും കോൺസെൻട്രേഷൻ മാത്രമല്ല, ഓക്കെ, ഹെൽത്ത് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും. ഓക്കെ, ഹെൽത്ത് ആയാലും ഹാർഡ് വർക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നല്ലൊരു ഇയർ ആയിട്ടാണ് നിങ്ങൾക്ക്. പക്ഷെ ചില നെഗറ്റിവിറ്റി അടിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒന്ന് സൂക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു അത് തോന്നി ഞാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യം പറയാം. കർക്കിടകം രാശിക്കാർക്ക് പുണർദം, കാല്, പൂയം, ആയില്യം. ഓക്കെ, നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ എന്തായിരിക്കും കൂടി നോക്കാം. ഓക്കെ, മൂൺ കാർഡ്, 3 of cups, 7 of coins, 6 of coins. സെയിം ടൈപ്പാണ് വരുന്നത്. ക്ലാരിഫിക്കേഷൻ കൂടി എനിക്ക് കിട്ടുന്നുണ്ട് ഓൾറെഡി. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എക്സ്ട്രാ വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ. അത്രേ ഉള്ളൂ. വേൾഡ് കാർഡ്, സെയിം കാർഡ് അവിടെ വന്നു. ആൻഡ് 5 ഫോൺസും ഉണ്ട്. ഓക്കെ, സോ അഗെയിൻ സെയിം തിങ്. ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ആ ഗ്രോത്ത് ഉള്ള സമയത്ത് ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഓക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കാനുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ കാണുന്നതല്ല സത്യം എന്ന രീതിക്കാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഓക്കെ റിലേഷൻഷിപ്പിലല്ല, മറ്റേതെനിക്ക് കൂടുതലും നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും കണ്ടു തട്ടാനുള്ള സാധ്യതയാണ്. ഇതിപ്പോൾ
നിങ്ങളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകും മുന്നോട്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയ തുടക്കം, അതായത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഓക്കെ, നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്കൊക്കെ കടക്കുന്ന, ചിലവർ മാരേജ് വരുന്നു, അല്ലെങ്കിൽ ചിലവർക്ക് നല്ല ബന്ധങ്ങൾ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, വളരെ ഐ തിങ്ക് ഒരു നല്ല ഇതാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഒപ്പം എനിക്കിവിടെ നെഗറ്റീവ് എനർജിയും വന്നിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ നല്ലതായിട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ ഒരു കണ്ണുതട്ടൽ, അസൂയ എന്ന രീതിയിൽ അത് നിങ്ങളെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കാനുണ്ട്. കോമ്പറ്റീഷൻ കാണുന്നുണ്ട്. 5 Wands കോൺഫ്ലിക്ട്സ് ആൻഡ് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുക, ആരെങ്കിലും ഒക്കെ ഗോസിപ്പ് പറയാനുള്ള യെസ്, അത് ഐ തിങ്ക് ജനറലും കൂടി കാണാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ഒരു ഭാഗത്ത് കണ്ടു, അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ബന്ധങ്ങളിലായാലും ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ, നല്ല ഒരു റിലേഷൻഷിപ്സ് നന്നായിട്ട് പോകും. അത് കണ്ടിട്ട് പക്ഷെ മറ്റുള്ളവർക്ക് അസൂയയോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ജലസി അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറയാനുള്ള സാധ്യതയാണ്. ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതലും. ഓക്കെ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഓക്കെ, നിങ്ങളെ ഒന്ന് അസൂയ വരിക അല്ലെങ്കിൽ കണ്ണു തട്ടുക അങ്ങനത്തെ കാര്യങ്ങൾ നടക്കും. അത് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്തത് പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് കാരണം നിങ്ങൾ ലേശം ടെൻഷനിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. ബട്ട് ഓവറോൾ ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങളുടെ കാര്യം മാത്രം ഞാൻ പറയുമ്പോൾ നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇത് സ്ട്രോങ് ഇത് വാർണിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ വർഷം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ബന്ധം നല്ല രീതിയിൽ പോകും, പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്. ഓക്കെ, ഐ തിങ്ക് രണ്ട് ജനറലും പറയുമ്പോഴും നിങ്ങളുടെ ജോലി കരിയർ അങ്ങനത്തെ കാര്യത്തിലായാലും റിലേഷൻഷിപ്സ് ആയാലും നല്ലതായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ ഓക്കെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല, നല്ല തന്നെയാണ്. ബട്ട് ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, ഫ്രണ്ട്സ് ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും. അതിപ്പോൾ ആരായാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, ഹസ്ബൻഡ് വൈഫ് ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, ഓക്കെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ അതിൻ്റെ ഇടയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ മറ്റു പലരും ഉണ്ടാവും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങളുടെ വേഗം കഴിഞ്ഞു തോന്നുന്നു, അധികം പറയാനുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, എന്തായാലും അപ്പോൾ നമ്മളുടെ എല്ലാ രാശികളും കവർ ചെയ്ത് കഴിഞ്ഞു. നാളെ തൊട്ട് ഇനി നമ്മുടെ ബാക്ക് ടു നോർമൽ റൊട്ടീനിലേക്ക് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.